ഗുഡ് മോർണിംഗ്. അപ്പം ഹാപ്പി ഓണം. ഇത് കഴിയുമ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വ്ളോഗ് കാണുന്നത്. അന്ന് ഈവനിങ് ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട്. അവിടെ ഓണമായതിൻ്റെ ഓണപ്പാട്ടൊക്കെ ഇട്ടേക്കുവാണ് അമ്മ. എൻ്റെ അമ്മ തകൃതി കുക്കിങ്ങിലാണ്. ഇപ്പം ഞാനും അനിയനും കൂടെ കാണാൻ പോയി അത്തപ്പൂക്കളം ഇടാൻ. സോ രാവിലെ എണീറ്റ് ഞാൻ ഇന്നലെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ടാണ് കിടന്നത്. അപ്പോൾ നമുക്ക് ഈ അത്തപ്പൂക്കളം ഇട്ടതിന് ശേഷം വേണം. എൻ്റെ ബ്ലൗസ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇവിടെ അടുത്ത കൊടുത്തേ. സോ ബ്ലൗസ് പോയി വാങ്ങിച്ച് അമ്മമ്മേനെ വിളിച്ചിട്ട് വരണം വീട്ടിലോട്ട്. എന്നിട്ട് അപ്പോഴത്തേക്ക് അമ്മയുടെ കുക്കിംഗ് ഓൾമോസ്റ്റ് കഴിയുമല്ല. അമ്മ രാവിലെ എനിക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാണ്. പിന്നെ നമുക്ക് റെഡിയായി എല്ലാവരും കൂടെ റെഡിയായി വന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ മതി. സോ അതാണ് നമ്മുടെ ഓണം ബേസിക്കലി ഇന്ന്. സോ നമുക്ക് ഇനി വേഗം പോയി ഒറ്റപ്പൂക്കളാണ്. ഡിസൈൻ പോലും നോക്കി വെച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് ഇങ്ങനെ പൂ പിച്ചാതെ ഇടാനുള്ളൊരു തട്ടിക്കൂട്ടർത്ഥം പൂക്കളാണ് നമ്മുടെ മനസ്സിൽ. സോ അതേപോലെ പോയിട്ടിട്ട് വരാം. യൂഷ്വലി എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ അവിടെ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ കാണുക. ഈ ജനലിൽ എൻ്റെ ഫോൺ സ്റ്റിക്ക് ചെയ്ത് വെക്കും, ഞാൻ ഇവിടെ ഇരിക്കും. ബട്ട് ഇന്ന് ഒഫീഷ്യലി നമ്മൾ എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ നിന്നാണ് ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വേഗം ഒന്ന് റെഡി ആവണം, അല്ലെങ്കിൽ അമ്മേനെ കൊല്ലും. കാരണം സാരി കൊടുക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 12 മണിയായി. സോ നമുക്ക് 1 മണിക്കൊക്കെ എങ്കിലും നമ്മൾ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് തീർന്നാൽ 1:30 ചോറ് തിന്നാൻ പറ്റും. അപ്പം നമുക്ക് വേഗം റെഡി ആവാം. ഓക്കെ, ഞാൻ മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകി. എനിക്ക് ഐസൊക്കെ വെക്കണം എന്നുണ്ട്, ബട്ട് സമയമില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് റെഡി ആവാം. ഓക്കെ, സോ ക്യൂക്കായിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സിമ്പിൾ മേക്കപ്പാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്, വേറെ ഒന്നും ചെയ്യാല്ല. മോയ്സ്ചറൈസർ, ലിപ് ബാം, പ്രൈമർ ഇടാമെന്ന് വെക്കുന്നുണ്ട്. സോറി, ഓക്കെ, കുറച്ച് പ്രൈമർ ഇടാമെന്ന് വിചാരിക്കുവാണ്. കാരണം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓയിലിയാവും. സോ കുറച്ചിടുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മൾ യൂഷ്വലി എല്ലാ വട്ടം ഓണം എന്ന് പറയുമ്പോൾ വീട്ടിലിടുന്ന പുതിയ ഡ്രസ്സ് ഇടും. അതായത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ നൈറ്റ് വെയർ പുതിയതാണ്. ഇതേപോലെ എന്തെങ്കിലും ഇടും, സദ്യ കഴിക്കും, ഫോണിൽ കുത്തും, കിടന്നുറങ്ങും, അങ്ങനെ പോകും. പക്ഷേ ഈ വട്ടം നമ്മൾ കുറച്ചും കൂടി അടിപൊളിയാക്കി. അത്തപ്പൂക്കളം ഇട്ടു. അതേപോലെ നമുക്ക് വൈകിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം, കുറച്ച് ഫെസ്റ്റൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നു. നടക്കുന്നുണ്ടോ ഇവിടെ കൺസീലർ, ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഭയങ്കര ഫാനാണ്. അത് തന്നെ നമുക്ക് ഇവിടെ ഇത് കഴിയാറായി. സാമ്പിൾ പാക്ക് ഉണ്ട്. ഈ ഒരു മേബിലിൻ്റെ തന്നെ 13 hours സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. എനിക്കിങ്ങനെ എന്തെങ്കിലും പറ്റാറുണ്ട് എപ്പോഴും. ഉടുപ്പിലായോ ബ്ലൗസിൻ്റെ ബാക്കിലുണ്ട്. ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ബ്ലൗസ്. ഇത് കുറച്ചിങ്ങനെ വൈറ്റ് ആയിട്ടുള്ള പോലെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓക്സിഡൈസ് ആവും, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്ത് വാങ്ങിച്ച ഫൗണ്ടേഷൻ അല്ല. പിന്നെ എൻ്റെ സ്കിന്നിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്സിഡൈസ് ആവും. പിന്നെ ഞാൻ ഇട്ടിരുന്ന കൺസീലർ എന്നെക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കറാണ്. അപ്പോൾ ഇത് മാച്ച് ആവും. എന്താണ് എൻ്റെ ഒരു ഞാൻ ഫൗണ്ടേഷൻ അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, എൻ്റെ കെ ബ്യൂട്ടിയുടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് വെക്കും, പക്ഷേ ഉപയോഗിക്കില്ല. ഞാൻ യൂഷ്വലി പുറത്ത് പോകുമ്പോൾ കൺസീലറേ ഇടാറില്ല. ആകെ ഇടുന്ന ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, മസ്കാര, ഐലൈനർ, കണ്ണ്, അത്രേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കൺസീലറേ ഇടാറില്ല. ഇപ്പോൾ കൺസീലർ ഇങ്ങനത്തെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴാണ് കൺസീലറുടെ ഷൂട്ട് വരുമ്പോൾ കൺസീലർ ഫൗണ്ടേഷനൊക്കെ ഇടും. ഞാൻ ഈ എൻവൈബേഡ് അന്നെനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലേ, അതാണ് ഈ ഒരു ഷെയ്ഡാണ് എടുക്കണേ. അതെടുത്തിട്ട് നമുക്കിവിടെ ഒരു 3 കുത്തിടാം. കുറച്ച് കുത്ത്, 3 കുത്തെന്ന് പറഞ്ഞിട്ട് 5 കുത്തായിപ്പോയി. ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റിയാണ് ഇടാറ്. അപ്പോൾ ഒരു എലിവേറ്റഡ് ലുക്ക് ഉണ്ടാവും. ഞാൻ നോസിൻ്റെ ഈ ഒരു 2 ഭാഗത്ത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇട്ടിട്ടിടാം. ഈ കെ ബ്യൂട്ടിയുടെ ലൂസ് പൗഡറാണ്. എന്നോട് ആരും ചോദിച്ചു ഞാൻ ഉപയോഗിക്കുന്ന ലൂസ് പൗഡർ ഏതാണെന്നുള്ളത്. ഇപ്പോൾ കെ ബ്യൂട്ടിയുടെ ആണ്. സോ ഐസ് ചെയ്യാം. ഇനി ഈ ഒരു ഷെയ്ഡ് എടുക്കും, ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഔട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട്, ഇത് ബ്ലഷാണ് ബേസിക്കലി. ഇതൊരു ഫുൾ ഫേസ് പാലറ്റാണ്. ഇതിൽ ഈ ഒരു പിങ്ക് ഞാൻ എടുത്തിട്ട് പക്ഷേ നടുക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് എൻ്റെ ഗോ ടു ഐഷാഡോ ലുക്ക്. അതൊരു ബ്രൗൺ കാജലെടുക്കും, ഒന്ന് സ്മോക്കി ആയി പോലെ വരയ്ക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കും, ഇത്തിരി സ്റ്റിഫായിട്ടുള്ള. എന്നിട്ട് അത് സ്മോക്ക് ചെയ്യും.
ഇനി നമുക്കിത് ഐലൈൻ ചെയ്ത് കൊടുക്കാം. ഐലൈൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെയുള്ള പൗഡേഴ്സൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കും. പ്രത്യേകത വിങ്ങില്ല. ഞാൻ ഇതെങ്ങനെ വരയ്ക്കുന്നു അതേപോലെ അത് വരയ്ക്കാൻ നോക്കും. അപ്പോൾ അത് തെറ്റും, പിന്നെ മായ്ക്കും, വരയ്ക്കും, എങ്ങനെയെങ്കിലും അവിടെ ശരിയാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഐലൈനറിൻ്റെ ഇത് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. ആൻഡ് ഞാൻ ഇവിടെയും ഒരു ലൈൻ വരയ്ക്കും. പൊടികളും കൂടെ അങ്ങോട്ട് നമ്മൾ തട്ടിക്കൊടുക്കണം. നെക്സ്റ്റ് ഈ ഒരു ലാഷ് കളർ പ്ലസ് മസ്കാര എടുക്കും. നമുക്ക് എന്നിട്ട് ലെൻസൊക്കെ വെച്ചാൽ കുറച്ചുകൂടി രസമുണ്ട്. സോ ഇതാണ് ഐസിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞാൻ ഒരുങ്ങിയിട്ട് പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇനി ബേസിക്കലി നമ്മൾ ബ്ലഷ് ഇട്ടു, നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇടാം. പൗഡർ ഇട്ടു ഓൾറെഡി, ബട്ട് സ്റ്റിൽ നമ്മൾ ലിക്വിഡ് ഹൈലൈറ്ററാണ് ഇനി ഇടാൻ പോകുന്നത്. ഒന്നിവിടെ, ഒന്നിവിടെ, 2 കുത്തിവിടെ, 2 കുത്തിവിടെ, ഇവിടെ. നമ്മൾ പുരികം വരയ്ക്കാൻ പറഞ്ഞത് പോയി. അതാ ഞാൻ ആലോചിച്ചത്, എന്തോ ഇവിടെ ഒരു തകരാറുള്ള പോലെ. ഐബ്രോ ചെയ്യാം. ഇത് ഞാൻ ആദ്യം ചെയ്യണ ഈ ഒരു ബ്രൗൺ പെൻസിൽ എടുത്തിട്ട് ഒന്ന് വരയ്ക്കും. എവിടേക്കാണ് ഗ്യാപ്സ് ഉള്ളത് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഞാൻ കുത്തി വരയ്ക്കുന്ന വെച്ചാൽ ഇത് ഷാർപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ ഒരു ഐബ്രോ മസ്കാര എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് വെച്ചിട്ടൊന്നിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കും. എൻ്റെ ഐബ്രോ കട്ട് തൊണ്ട പോയി. ഓക്കെ, എൻ്റെ ഐബ്രോസ് ഡൺ. ഇതിങ്ങനെ ചരിഞ്ഞു പോവാൻ ഗ്ലാസ്സിലോട്ടിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ചരിഞ്ഞു പോകും. അതിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. നമുക്ക് ബ്രൗൺ ആണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ നമുക്ക് റെഡ് പിടിക്കാം. ഒന്ന് ഷാർപ്പ് ചെയ്ത് വെക്കൂല, അതാ പ്രശ്നം. അരയ്ക്കാനിട്ട് വെച്ച്. സോ ഞാൻ ഈ ഫേ ബ്യൂട്ടിയുടെ ആണേ, റിവെഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ടാ, ഭയങ്കര റെഡാ. കുറച്ച് കൂടിപ്പോയല്ലേ. ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു നല്ലൊരു ന്യൂഡ് എടുത്തിട്ട് നടുക്കിടണം. അതിന് മുന്നേ ഒരു ടിഷ്യൂ വെച്ച് നടുക്കുള്ള ലിപ്സ്റ്റിക് കുറച്ച് തുടച്ചു കൊടുക്കും. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കിനി ഒരുങ്ങിയതിന് ശേഷം ബാക്കി ചെയ്യാം. എന്തൊക്കെയോ പ്രശ്നം എവിടെയൊക്കെയോ ഉണ്ട്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ വെക്കാം. മുടിയാണെങ്കിൽ ഒരു ടാസ്ക്. നമുക്കിതിന് ഇനി ബണ്ണാക്കണം. പൂവുണ്ട്, നമുക്ക് പൂ വയ്ക്കണം. സോ അതിന് പിന്നെ എനിക്ക് ബ്ലൗസ് ഇടണം. സോ എങ്ങനെ ബണ്ണാക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് കെട്ടിയാലോ? എൻ്റെ ഞാൻ പറഞ്ഞാൽ ബ്രൗൺ ആണ് എൻ്റെ സാരി. സോ അതിന് നമ്മൾ ആക്സസറൈസും കൂടെ ചെയ്യാം സിമ്പിളായിട്ട്. ഓക്കെ, ബ്ലൗസ് ഇട്ടിരുന്നെങ്കിൽ ഇതൊരു വെറൈറ്റി ആണ്. എന്നുണ്ടോ ബണ്ണൊക്കെ കെട്ടിയിട്ട് ഇത് വെച്ച രസം ഉണ്ടാവും, പക്ഷെ ഓവറായി പോകുമോ? അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് സാരി ശരിയല്ല, ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കാണ് ഉടുത്തത്. എനിക്ക് അറിഞ്ഞുകൂടി ഇത് ഞാൻ പറയണ പോലെ ഇത് കേൾക്കുന്നില്ല. ഞാൻ എങ്ങനെയോ ഉടുത്തു, ബട്ട് അമ്മ വന്നിട്ട് ഇനി മൊത്തം അടിച്ചു കൊടുക്കും. ബട്ട് തൽക്കാലത്തേക്ക് നമുക്ക് വീഡിയോയിൽ ഇപ്പം കാണിക്കാൻ ഇത് മതിയല്ലോ, ഇത്രയല്ലേ കാണുള്ളൂ. അപ്പം വള ഇട്ടില്ല കേട്ടോ, ഇനി വളയും കൂടെ ഇടണം. ഞാൻ വള ഇട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ബട്ട് വിട്ടുപോയി. സോ ഹെയർ ഞാൻ കുറച്ചുകൂടെ താഴ്ത്തി കെട്ടിയേ. ഇപ്പം ബാക്ക് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. പ്രത്യേകം ഇല്ലാന്ന് വിചാരിക്കുന്നത്, ബിക്കോസ് എനിക്ക് ബാക്ക് കണ്ടുകൂടാ. ആൻഡ് ഇതാണ് നമ്മുടെ ബ്ലൗസ്, ഒരു നോർമൽ ബ്ലൗസ്. ആൻഡ് ഈ കമ്മൽ എനിക്ക് ഇപ്പം എൻ്റെ യൂണിവേഴ്സൽ കമ്മലാണ്. ഞാൻ എവിടെ പോയാലും ഇപ്പം ഈ കമ്മലാണ് ഇടുന്നത്. ബട്ട് എനിക്ക് വേറെ കുറേ കമ്മൽ ഞാൻ ഇട്ട് നോക്കി, എനിക്ക് ഒന്നും ചേർന്ന പോലെ തോന്നില്ല. സോ ഞാനിത് എടുത്തിട്ടു. പിന്നെ നമുക്ക് വള ഇടണം. പക്ഷെ എൻ്റെ ബ്രൗൺ അങ്ങനെ ഒന്നും വള ഇല്ല. അപ്പം ഞാൻ ഏത് വള ഇട്ടു? പച്ച ഇതിലൂടെ ചേരൂല. വള വേണ്ടല്ലേ? വള ഇല്ലാതെ കൈയിട്ട ഒരു രസം ഉണ്ടാവൂ. നോക്കട്ടെ. ഇതിൽ ഇങ്ങനത്തെ ഒരു വളയുണ്ട്. സോ ഇത് നമുക്ക് ഒരു കയ്യിലും എന്താ സൗണ്ട്, ഒരു കുപ്പിവെള്ളം പൊട്ടിയതാണ്. ഇത് 3ാമത്തെ ഐറ്റാണ് ഇപ്പം എന്തായാലും തറയാൻ പോണത്. ഓക്കെ, സമാധാനം. നമ്മൾ സന്തോഷത്തിൻ്റെ മാർഗം, സമാധാനത്തിൻ്റെ മാർഗം. വള പൊട്ടി. റാവു, ഇതിടാല്ലേ ഒരു കയ്യിൽ. മറ്റേ കയ്യിൽ നമ്മളിങ്ങനെ സാരി പിടിക്കുന്നതുകൊണ്ട് അത് അറിയൂല. സോ നമുക്ക് ഈ കയ്യിൽ ഇത് വളയിടാം.
ഓൾ സെറ്റ്. ഞാൻ പ്ലീറ്റ് എടുക്കുന്നില്ല, വൺ ലെയർ ഇടാന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് കുറച്ച് നാൾ നമ്മുടെ സ്ഥലം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ആൻഡ് ബൈ ദ ബൈ സദ്യയൊക്കെ കഴിച്ചു. എല്ലാവരും ഇവിടെ ഡ്രസ്സൊക്കെ മാറി. ഞാനും അനിയനും മാറിയിട്ടില്ല, ബാക്കി അവരെല്ലാവരും ഡ്രസ്സ് അമ്മയൊക്കെ മാറിയിട്ട് എല്ലാവരും ഇപ്പോൾ കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ്. പോസ്റ്റൊക്കെ ഇട്ടിട്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ സ്റ്റോറി ഒന്നും ഇട്ടില്ല, സോ എനിക്ക് വിടണം. ആൻഡ് ബൈ ദ ബൈ അമ്മ നന്നായിട്ട് സാരി ഉടുപ്പിച്ചു കേട്ടോ, കുറച്ച് നന്നായിട്ട്. വീട്ടിൽ നിൽക്കാനാണല്ലോ, അപ്പോൾ നമുക്കിതൊക്കെ മതി. പക്ഷേ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല നട്ടപ്പുറ വെയിലാണ്. ഒരു മര്യാദയ്ക്കൊരു നല്ല ഫോട്ടോ കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിക്കണം ഇപ്പം എന്തായാലും അയ്യോ സദ്യ കഴിച്ചാൽ ഹാങ് ഓവറാണ്. ഒരു 2:30 2:45 എന്തോ ആയി. അപ്പോൾ ഈ സമയം വരെ എന്തായാലും എനിക്ക് കുറച്ച് 4-5 മണി വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ AC-ലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും മേക്കപ്പ് ഇട്ടതാണല്ലോ. അപ്പോൾ ഇതപ്പോൾ എൻ്റെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ണാടിയിൽ ഞാൻ തന്നെ എന്നെ കുറേ നേരം ആസ്വദിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ആൻഡ് സാരിയുടെ കളർ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്രൗൺ ആണ്. ബ്രൗണിൽ ഞാൻ അതേപോലെ ബ്ലൗസ് സെയിം എടുത്ത് തയ്പ്പിച്ചതാണ്. അങ്ങനെ അടിപൊളിയായിരുന്നു. ഞാൻ വള ഇപ്പുറത്തോട്ട് മാറ്റിയിടണമെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയി. ബിക്കോസ് ഞാൻ ഫസ്റ്റ് സാരി ഉടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഉടുത്തപ്പോൾ ഞാൻ ഇപ്പുറത്ത് വെച്ചാണ് ഉടുത്തത്. എനിക്ക് എന്താ ബോധം പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം അമ്മ കറക്റ്റ് ചെയ്ത് ഇപ്പുറത്താക്കി തന്നു. ഓക്കെ, ഇനി കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് എനിക്ക്. ഇന്ന് നമുക്ക് വീഡിയോ വരും. സോ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇന്ന് നൈറ്റ് എഡിറ്റ് ചെയ്യും എന്തായാലും. അധികമൊന്നുമില്ല, വളരെ കുട്ടി ഒരു ഓണായിരുന്നു. ബേസിക്കലി ഇതൊരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവൂ. വേറെ കാര്യമായിട്ട് പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് അതൊന്നും ഷൂട്ട് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അത്തപ്പൂക്കളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു അത്തപ്പൂക്കളം നമ്മൾ സെറ്റാക്കി. ഫസ്റ്റ് ടൈം അല്ലേ നമുക്ക് അടുത്തോട്ടം പൊളിക്കാം എന്നുള്ളത്. പക്ഷെ എനിക്കെൻ്റെ മേക്കപ്പ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഇവിടെ ഒരു സ്ലൈഡും കൂടെ വെക്കണം, കാരണം ഈ പൂ ഇളകി വരുന്നുണ്ട്. ഒരു യൂപ്പിനും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. യൂപ്പിനൊക്കെ ഇനി ഇതിൻ്റെ ഇടയിൽ എങ്ങനെ കണ്ടുപിടിക്കും? എൻ്റെ ടേബിളിൻ്റെ കോലം കാണണം. ബാക്കി ബെഡൊന്നും വലിയ കുഴപ്പമില്ല. ഞാൻ പോയി സ്റ്റോറിയൊക്കെ ഇടട്ടെ. സോ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് നല്ല ഓണം എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. സോ എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഹാപ്പി ഓണം. ബിക്കോസ് ഇത് കാണുമ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, മീൻസ് തിരുവോണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് എന്നൊക്കെ പറയുക. ആൻഡ് നമുക്കിപ്പോൾ കുറേ പുതിയ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോസൊക്കെ വരാം കേട്ടോ. ഇനിയും നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. ബിക്കോസ് എനിക്ക് അതെന്തിനും ഇത് പറയണല്ലേ, നമുക്ക് ഇനിയും കുറച്ച് ഷോപ്പിംഗ് ഔട്ടിംഗ് ഒക്കെ ഇനിയാണുള്ളത്. ബിക്കോസ് ഇത്രയും നാൾ നമ്മൾ ഭയങ്കര ബിസിയും ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു. ഓണം ഷോപ്പിംഗ് എന്നൊക്കെയാണ്. അല്ലാത്ത കുറച്ച് ഷോപ്പിംഗ് അമ്മമ്മയൊന്നും ഇതുവരെ സാരി എടുത്തിട്ടില്ല ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് ഇതുവരെ. അപ്പോൾ നാളെ മറ്റന്നാളും എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ഇനി വരും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സി യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.